ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഞ്ചല അതീവ ദുഃഖത്തിലാണ്. മറുവശത്ത് ആൻ്റണിയോ തൻ്റെ കുടുംബത്തിൻ്റെ ഓർമ്മകളിലും. ആൻ്റണിയും ആഞ്ചലയും ഭാര്യാഭർത്താക്കളാണ്. ചെറിയൊരു സൗന്ദര്യ പിണക്കം. അവർ അത് പറഞ്ഞു തീർത്ത് വീണ്ടും ഒന്നിച്ച് തങ്ങളുടെ പ്രണയ നിമിഷങ്ങളിലേക്ക് അവർ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. തൊട്ടടുത്ത ദിവസം ആഞ്ചല തൻ്റെ വീട്ടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് തൻ്റെ പ്രണയകാലത്തേക്കൊരു തിരിഞ്ഞു നോട്ടം. ഫോൺ വിളിയും രാത്രിയിൽ ഒരുമിച്ചുള്ള നടത്തവും ട്രെയിനിലെ യാത്രയും അതേപോലെയുള്ള സന്തോഷങ്ങളും ആദ്യ സമ്മാനവും ആദ്യ ചുംബനവും എല്ലാം ഓർത്തുകൊണ്ട് തങ്ങളുടെ പിണക്കവും പരിഭവങ്ങളെല്ലാം അവർ പറഞ്ഞു തീർക്കുന്നു. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടു പോകാമെന്ന ധാരണയിൽ യുദ്ധക്കളമായിരുന്ന വീട്ടിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നു. അതോടൊപ്പം സന്തോഷത്തോടെ തൻ്റെ കുഞ്ഞിനെ താലോലിച്ചും അവളുടെ കാര്യങ്ങളെല്ലാം നോക്കി രാത്രിയിൽ അമ്മയോടൊപ്പം ഇരുന്ന് ഡിന്നറും കഴിച്ച് അതോടൊപ്പം അമ്മയുടെ ഉപദേശവും ശാസനയും കേട്ട് രാവിലെ തൻ്റെ ചെടികൾക്ക് വെള്ളമൊഴിച്ചും പിന്നീടുള്ള ഓരോ മണിക്കൂറിലും തൻ്റെ എല്ലാമെല്ലാമായ ആൻ്റണിയെ സ്നേഹിച്ചു അവൻ്റെ ജോലിയിൽ സഹായിച്ചും ഒഴിവു സമയങ്ങളിൽ തങ്ങളുടെ കൂട്ടുകാർക്കൊപ്പം ആഘോഷിച്ചും ജീവിതം മുന്നോട്ടു പോകുകയാണ്. അങ്ങനെ സന്തോഷകരമായി ആൻ്റണിയുടെയും ആഞ്ചലയുടെയും ജീവിതം മുന്നോട്ടു പോവുകയാണ്. തൻ്റെ ഓഫീസിൽ തൻ്റെ എല്ലാമെല്ലാമായ കൂട്ടുകാരനോട് തൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങൾ പറയുവാനും അവനിൽ നിന്ന് ഉപദേശങ്ങൾ കൈക്കൊള്ളുകയും അങ്ങനെ ആൻ്റണിയ തൻ്റെ ജീവിതം തകർക്കാതെ മറുവശത്ത് നല്ലപോലെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ആഞ്ചല ബുക്ക് സ്റ്റാളിൽ വെച്ച് ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ കാണുന്നു. അവനുമായി നല്ലൊരു പരിചയം പുതുക്കുന്നു. എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങുന്നു. ഒരാവശ്യത്തിനായി ആൻ്റണിയ ആഞ്ചലയുടെ ഫോൺ നോക്കുകയാണ്. ഈ നിമിഷം വളരെ വേഗത്തിൽ ആഞ്ചല അവിടേക്ക് വരികയും തൻ്റെ ഫോൺ ഭർത്താവായ ആൻ്റണിയിൽ നിന്ന് മേടിക്കുകയും ചെയ്യുന്നു. ദേഷ്യത്തോടെ അവിടെ നിന്ന് ആൻ്റണിയ പോകുന്നു. അടുത്ത ദിവസം ദേഷ്യമൊന്നും കാണിക്കാതെ സന്തോഷത്തോടെ സംസാരിച്ചും ജോലിയിൽ സഹായിച്ചും അവർ മുന്നോട്ടു പോവുകയാണ്. അന്നേ ദിവസം ആൻ്റണിയുടെ കൂട്ടുകാരനും ഭാര്യയും രാത്രിയിൽ ആഹാരം കഴിക്കുവാൻ അവിടേക്ക് വരുന്നു. എല്ലാത്തിനും ഒടുവിൽ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ഉപദേശം ആൻ്റണിക്കും അവൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഉപദേശം ആഞ്ചലിക്കും ലഭിക്കുന്നു. അങ്ങനെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് തങ്ങളുടെ കിടപ്പറയിൽ ആഞ്ചലിനയ്ക്ക് വേണ്ടി ആൻ്റണിയെ കാത്തിരിക്കുകയാണ്. കാര്യപരിപാടികളെല്ലാം കഴിഞ്ഞ് അവിടേക്ക് വന്ന ആഞ്ചല ഒന്നും മൈൻഡ് ചെയ്യാതെ നേരെ കട്ടിലേക്ക് കയറി ഉറങ്ങുന്നു. തൊട്ടടുത്ത ദിവസം ഇന്നലെ രാത്രിയിൽ ഉണ്ടായ കാര്യങ്ങൾക്കെല്ലാം ക്ഷമ ചോദിക്കുകയും സ്നേഹപ്രകടനങ്ങൾക്കും ശേഷവും ആൻ്റണിയ ജോലിക്ക് പോകുന്നു. ഈ സമയം അണിഞ്ഞൊരുങ്ങി ആഞ്ചലിയ ആ ചെറുപ്പക്കാരനെ ലക്ഷ്യമാക്കി ഒരു ഹോട്ടലിലേക്ക് പോകുന്നു. ഈ സമയം നിരന്തരമായി ആൻ്റണിയ ആഞ്ചലയുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും കിട്ടുന്നില്ലായിരുന്നു. ഇതൊന്നും കാര്യമാക്കാതെ തൻ്റെ മോളോടും അവരുടെ കൂട്ടുകാരോടുമൊപ്പം സമയം ചെലവഴിച്ചതിന് ശേഷം ആൻ്റണിയ ജോലിക്ക് പോകുന്നു. എന്നാലോ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആഞ്ചല ആ ചെറുപ്പക്കാരൻ യുവാവിനെ കാണുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾക്ക് ശേഷം ഒന്നും നടക്കാത്ത പോലെ വീട്ടിലേക്ക് മടങ്ങുന്നു. വീട്ടിലെത്തിയ ഉടൻ ആൻ്റണിയുമായി കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷം അടുത്ത ദിവസത്തേക്കുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി തയ്യാറാകുന്നു. അടുത്ത ദിവസം തൻ്റെ മകളോടൊപ്പം ചിലവഴിക്കുന്ന ആഞ്ചല പെട്ടെന്ന് ആ ചെറുപ്പക്കാരൻ യുവാവിൻ്റെ ഫോൺ വരുന്നു. പോയി രഹസ്യമായി സംസാരിച്ചതിന് ശേഷം അവനെ കാണുവാൻ വേണ്ടി പോകുന്നു. വളരെയധികം ക്ഷീണവും അതോടൊപ്പം കുറ്റബോധവുമായ ആഞ്ചല തിരികെ വീട്ടിലേക്ക് വരുന്നു. രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയുന്നില്ല. അടുത്ത ദിവസം ഭാര്യയുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മനസ്സിലാക്കിയ ആൻ്റണിയ ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ സന്തോഷകരമായ നിമിഷങ്ങൾക്ക് ശേഷം ആ രാത്രിയിൽ അവർ തിരികെ വരുന്നു. അടുത്ത ദിവസം മകളോടൊപ്പം അടുക്കളയിൽ പണി ചെയ്യുന്ന ആൻ്റണിയ പെട്ടെന്ന് മകൾ അമ്മയുടെ ഫോൺ എടുക്കുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ട ആൻ്റണിയ അത് വാങ്ങുന്നതിനിടയിൽ ആ ഫോണൊന്ന് നോക്കുന്നു. അതിൽ കണ്ട കാഴ്ചകൾ ഇതുവരെ താൻ സ്നേഹിച്ച ഭാര്യ തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. വളരെയധികം ദുഃഖിതനായ ആൻ്റണിയ അമ്മയോടൊപ്പം
അഞ്ജല ഉള്ള നിമിഷം നോക്കി കാര്യങ്ങൾ ചോദിക്കുന്നു. സംസാരം വലിയ ബഹളമാകുന്നു. പരസ്പരം പഴിചാരിയും അവരവരുടെ സൈഡുകൾ ന്യായീകരിക്കുന്നു. അവസാനം വേർപിരിയാനുള്ള തീരുമാനവുമായി വക്കീലിനെ കാണുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ കോടതിയും വീടുമായി അവരുടെ ദിവസങ്ങൾ കടന്നു പോകുന്നു. അങ്ങനെ ഒരു ദിവസം അമ്മയോടൊപ്പമുള്ള നിമിഷങ്ങളെ ചെറുമകളുടെ മുമ്പിൽ വെച്ച് അവരെ അമ്മ ഉപദേശിക്കുന്നു. താൻ ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി ആഞ്ചല മനസ്സിലാക്കുന്നു. അസ്വസ്ഥയാകുന്ന ആഞ്ചല ഒരു മടിയും കൂടാതെ താൻ ചെയ്ത തെറ്റിന് ആൻ്റണിയോട് മാപ്പ് ചോദിക്കുന്നു. ആത്മാർത്ഥപൂർവമായ ഭാര്യയുടെ അപേക്ഷ ആൻ്റണി സ്വീകരിക്കുന്നു. അങ്ങനെ പരസ്പരം ആശ്വസിപ്പിച്ചും സ്നേഹിച്ചും കുറ്റങ്ങളെല്ലാം മറന്നു പുതിയ ഒരു തുടക്കത്തിനായി അവർ ഒരുങ്ങുകയാണ്. ശുഭം. ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.